ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മഹാഭാഗ്യങ്ങൾ ഉടൻ നിങ്ങൾക്ക് വരുവാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ വരാൻ പോകുന്ന ആ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് അറിയുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഉൾമനസ്സുകൊണ്ട് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക, യൂണിവേഴ്സ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യങ്ങൾ ഉണ്ടോ? അതെനിക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? അതേപോലെ തന്നെ ഉടൻ എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? അതെനിക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു 3 കാർഡ് വെക്കും. അപ്പോൾ ആ 3 കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലൊരു വ്യത്യാസം, അതായത് താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക. അങ്ങനെ ചാനലിൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ജസ്റ്റ് വ്ലോഗ് എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേരും. അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മേശപ്പുറത്ത് ഞാൻ ഈ വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ദി സൺ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ടോട്ടലി മുഴുവനായിട്ട് തടസ്സം എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും തടസ്സമായാണ് ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുടങ്ങി കിടക്കുകയാണ്, എല്ലാം തടസ്സമായിട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ, നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ, നിങ്ങളുടെ വരുമാനത്തിൻ്റെ, നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ, സാഫല്യത്തിനുള്ള എല്ലാവിധമായിട്ടുള്ള വാതിലുകളും അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഇവിടെ അറിയിക്കുന്നത്. നിങ്ങൾ വിഷമിക്കില്ല. ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നു, നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് പൂർണ്ണമായിട്ടും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾ ഒന്നിനും ട്രൈ ചെയ്യാറില്ല. അഥവാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മുടക്കം വന്നാൽ, അത് ഫെയിലായാൽ
പിന്നെ നിങ്ങൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കത്തില്ല. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കാര്യം എടുത്തു പറയുന്നു. നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടേതായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും ഉള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനാവും. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലില്ല. നിങ്ങൾക്ക് ചെറിയൊരു കാര്യം വന്നാലും അത് നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ എന്ന് സ്വയം സംശയം. ആക്ച്വലി നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ചെറിയ കാര്യമായാലും എത്ര വലിയ കാര്യമായാലും നിങ്ങൾക്ക് ഒരേപോലെ സിമ്പിളായിട്ടത് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഇപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില പ്രശ്നത്തിൽ പെട്ട് നിൽക്കുകയാണ്. ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം, ആരെ കൊണ്ട് സോൾവ് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പകരം ഈ പ്രശ്നം എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയും, അതിന് ഞാൻ ഇനി അടുത്ത പടി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അത് ഏത് പ്രശ്നമായാലും അത് സോൾവ് ചെയ്യുവാനുള്ളൊരു മാർഗം നിങ്ങളുടെ മുൻപിൽ തുറന്നു വരും. നിങ്ങൾ വരെ അത്ഭുതപ്പെട്ടു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ വെറുതെ മറ്റുള്ളവരുടെ സഹായം തേടി പോകുന്നു, അതിന്റെ ആവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ദോഷങ്ങൾ നിങ്ങളിൽ വ്യാപരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ്. ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഡിപ്രഷന്റെ ലെവലിൽ നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. നിങ്ങളിൽ അല്പം പോലും പോസിറ്റീവ് ഇല്ല. നിങ്ങൾ പോസിറ്റീവ് ആകാൻ വേണ്ടി അല്പം ഒന്ന് ട്രൈ ചെയ്യുന്നു, പക്ഷെ അതിൽ ഫെയിൽ ആവുന്നു. പിന്നെ നിങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യില്ല. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും അത് ഉടൻ നിങ്ങൾക്ക് നടക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ആ കാര്യം അത് ഏത് കാര്യമായാലും സാധിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ അല്പം ഒന്ന് എഫേർട്ട് ചെയ്യണം. അതായത് അല്പം ഒന്ന് ട്രൈ ചെയ്യുക, കുറച്ച് അതിനു വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏത് കാര്യമായാലും നിങ്ങൾക്ക് നടക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ച് പറയും. ഓക്കെ, ചില ദോഷങ്ങൾ നിങ്ങൾ വ്യാപരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പോലും ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സോഴ്സ് സാമ്പത്തികമില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തൊട്ടടുത്ത് നിൽക്കുകയാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത്. അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട വ്യക്തിയല്ല. നല്ല രീതിക്ക് നിങ്ങളുടെ കീഴിൽ, അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ കീഴിൽ ഒരുപാട് ജോലിക്കാർ, അവർക്ക് സാലറി കൊടുക്കേണ്ട രീതിയിൽ നിങ്ങൾ വളരുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഒരുപാട് വലിയ നിലയിലാണ് നിങ്ങൾ വളരാൻ പോകുന്നത്. ആർക്കും ഊഹിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ വളർച്ച ഉടനെ വരാൻ പോകുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളിൽ ധാരാളം നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യങ്ങളെ കാണുവാൻ കഴിയാത്തത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടേതായിട്ടുള്ള വലിയ വലിയ ഭാഗ്യങ്ങളെ നേടിയെടുത്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ജഡ്ജ്മെന്റ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് ശത്രുക്കള് നിങ്ങളുടെ നാശം കാണുവാൻ നിങ്ങൾക്ക് ചുറ്റും വളഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ ആദ്യമേ തന്നെ നിങ്ങളോട് അറിയിക്കുന്നത്. ഒരുപാട് ശത്രുക്കൾ, ഒന്ന് രണ്ട് ശത്രുക്കളൊന്നുമല്ല, ഒരുപാട് ശത്രുക്കള് നിങ്ങളുടെ അധപ്പതനം കണ്ട് സന്തോഷിക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോഴ് എല്ലാ കാര്യത്തിലും തടസ്സമെന്ന് മാത്രമല്ല, ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ സ്വയം പറയുന്നുണ്ട്, ഇതെന്തൊരു കഷ്ടകാലമാണത്, ഞാനിനി എങ്ങനെ മുൻപോട്ട് പോകും, ഞാനിനി എങ്ങനെ ജീവിക്കും, എൻ്റെ ഈ കാര്യം ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചൊല്ലി പലവിധമായിട്ടുള്ള
കാര്യങ്ങളാൽ അത് മുടങ്ങിയതിൻ്റെ പേരിൽ വിഷമിച്ച് കഴിയുന്നതാണ് യൂണിവേഴ്സ് അറിയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഈ പ്രശ്നമൊക്കെ മാറാൻ പോകും. അതേപോലെ തന്നെ നിങ്ങളെ ആക്ഷേപിച്ച, നിങ്ങളെ പരിഹസിച്ച, നിങ്ങൾ നശിക്കണമെന്ന് കാതോർത്തിരിക്കുന്ന, എന്ന് ആഗ്രഹിച്ച് കാതോർത്തിരിക്കുന്ന നിങ്ങളുടെ നാശം കേൾക്കുവാൻ, അത് കാണുവാൻ കണ്ണും കാതും ഒരേപോലെ കൂർമ്മയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾക്ക് വലിയ വിജയം കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയും. നിങ്ങളുടേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ നല്ല രീതിയിൽ വിജയിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. പക്ഷേ ചില ദോഷങ്ങൾ നിങ്ങളെ ചുറ്റി വരിഞ്ഞ് വെച്ചിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്നുകിൽ അതെന്ത് ദോഷമാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക. അതിനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ, വൈകിട്ട് ഉറങ്ങാൻ പോകുമ്പോഴായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ ഇന്ന് മുതൽ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യുവാനുള്ള മനസ്സ് വരില്ല. എന്നാലും മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ, ആ നെഗറ്റീവ് എനർജി പതിയെ 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 മാറുകയും അതുവഴി നിങ്ങൾ ഉയരുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളോട് യൂണിവേഴ്സ് താക്കീതൊന്നും പറയാണ്, നിങ്ങൾ സൂക്ഷിക്കുക, ചില കുറുക്ക് വഴികൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ചില ബന്ധങ്ങൾ കൊണ്ടുവന്ന കുറുക്ക് വഴികൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ കുറുക്ക് വഴികൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുവഴി വലിയ നാശമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കും. എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് അവസാനം ഒരു പ്രശ്നമാകുമ്പോഴത്തേക്കും നിങ്ങൾ മാത്രം ഒറ്റപ്പെട്ടു പോകും, നിങ്ങളെ ഒറ്റപ്പെടുത്തും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുറുക്ക് വഴികളും നിങ്ങൾ ആലോചിക്കേണ്ട. മറ്റുള്ളവർ കൊണ്ടുവന്ന ആലോചന രീതിയിലുള്ള കുറുക്ക് വഴിയായാലും നിങ്ങളതിൽ പങ്കുചേരേണ്ട. അങ്ങനെ പങ്കുചേരുവാണെങ്കിൽ വലിയ നാശമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളിവിടെ അറിയിക്കുക. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവരുടെ ശത്രുക്കളെ ശിക്ഷിക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശത്രുക്കൾക്കുള്ള ശിക്ഷ അത് നടപ്പാക്കുന്നത് പടച്ചവനാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ പടച്ചവനോട് നിങ്ങൾ പറയുക, അല്ലാതെ നിങ്ങളായിട്ട് അവരെ ശിക്ഷിക്കാൻ പോയാൽ അതുവഴി വലിയ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പോഴുള്ള പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. കാരണം യൂണിവേഴ്സ് വീണ്ടും എടുത്ത് പറയുകയാണ്, ചില ആൾക്കാരെ നിങ്ങൾ, അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വൈരാഗ്യ ബുദ്ധി കൊണ്ട് നടക്കുന്നുണ്ട്. ആ വൈരാഗ്യ ബുദ്ധി കൊണ്ട് തങ്ങളെ ദേഷ്യം പിടിപ്പിച്ച, തങ്ങളെ ഉപദ്രവിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ നിങ്ങൾ ഇരിക്കുകയാണ്. അത് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് പ്രതികാരം ചെയ്യേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ പടച്ചവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പടച്ചവൻ നോക്കൂ. നിങ്ങൾ ആരെയും ഒന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഒരുപാട് ദോഷങ്ങൾ നിങ്ങളെ ചുറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് വരണമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ മുടങ്ങാതെ ഇന്നു മുതൽ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇത് രണ്ടും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള ആപത്തുകളും അപകടങ്ങളും, പതിയിരിക്കുന്ന അപകടങ്ങൾ പോലും മാറിപ്പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ ഫുൾ പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നു, നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
ഇവിടെ നമുക്ക് ദി ഹാങ്ഡ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ടോട്ടലി തടസ്സമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ച് അത് ചെയ്യാൻ പോയാലും അതിൽ നിന്നും നിങ്ങൾക്ക് യാതൊരുവിധ ഫലവും ലഭിക്കുന്നില്ല. മൊത്തത്തിൽ തടസ്സമായാണ് കാണുന്നത്. നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള മേഖലയും, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല, പ്രണയമേഖല, ഭാര്യ ഭർത്തൃകൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിന് രീതിയിലുള്ള മേഖല എന്ന് ചൊല്ലി കംപ്ലീറ്റ് കാര്യങ്ങളിലും തടസ്സമാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ പരസ്പരം വേർപിരിയാൻ പോകുന്നു. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട്. പരസ്പരം വേർപിരിഞ്ഞ വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ ആത്മാർത്ഥമായി പ്രണയിച്ച് കൂടെ നിന്നിട്ട് നൈസായിട്ട് മാറിപ്പോയ ചില വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ മാറാൻ വേണ്ടി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രണയിക്കുന്നവർ തമ്മിൽ പിരിയാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളാൽ നിങ്ങൾ നട്ടം തിരിഞ്ഞ് വരയുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. കാരണം നിങ്ങളിൽ ചില ദോഷങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട്. അത് വന്നു ഭവിച്ച ദോഷമല്ല, നിങ്ങളിൽ വരുത്തിയ ദോഷമാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. നിങ്ങൾ നല്ല ഭാഗ്യമുള്ള വ്യക്തിയാണ്. ഏതൊരു കാര്യത്തിന് പോയാലും നിങ്ങൾക്കായിരുന്നു വിജയം. പക്ഷേ ഇപ്പോൾ ഒരു വിജയവുമില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും നിങ്ങളോട് മിണ്ടാൻ വരെ താല്പര്യമില്ല. നിങ്ങളെ കാണുമ്പോൾ അവർ അകന്നു പോകുന്നു. ഇവിടെ എന്തിനാണ് മിണ്ടാനുള്ളത്? വേണ്ട. നിങ്ങളോട് ആർക്കും ഒരു ഇഷ്ടം തോന്നുന്നില്ല. സ്നേഹിച്ച് കൂടെ നിന്ന് മരണം വരെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ വ്യക്തി പോലും നിങ്ങളെപ്പോൾ സ്നേഹിക്കുന്നില്ല. കാരണം നിങ്ങളിലുള്ള ദോഷങ്ങൾ ഒരുപാട് പെരുകിയിട്ടുണ്ട്. അത് മുഖേന നിങ്ങളിപ്പോൾ ധാരാളം നെഗറ്റീവ് എനർജിയാണ്. ആ നെഗറ്റീവ് എനർജി ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും തടസ്സമായിരിക്കും. നിങ്ങളെ ആരും സ്നേഹിക്കത്തുമില്ല. നിങ്ങൾ നിലവിൽ മാറിപ്പോവും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദോഷങ്ങൾ എന്താണെന്നുള്ളത് അത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക. അതുമല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. കാരണം ദോഷങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ആ ഒരു സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റമുണ്ടാകും. കാരണം പ്രാർത്ഥന വഴി നിങ്ങളുടെ നെഗറ്റീവ് എനർജി മാറി. അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക. രാവിലെ എഴുച്ചോടെ ഒരു അരമണിക്കൂർ, അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. സെൽഫ് കൺട്രോൾ കിട്ടും. നെഗറ്റീവ് എനർജി മാറും. ഡിപ്രഷന്റെ ആ പ്രശ്നം മാറി കിട്ടും. ഡിപ്രഷന്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ആ പ്രശ്നം മാറും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മനസ്സിൽ കൺട്രോൾ കിട്ടും. സെൽഫ് കൺട്രോൾ കിട്ടും. പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം മാറി കിട്ടും. എഴുത്തിയാട് സംസാരിക്കുന്ന സ്വഭാവം മാറി കിട്ടും. നിങ്ങളുടെ തടസ്സങ്ങൾ മാറി കിട്ടും. നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിയേണ്ട വ്യക്തിയല്ല. ഒരുപാട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നല്ല ഉയർന്ന ഒരു ജീവിതം നയിക്കേണ്ട വ്യക്തികളാണ് നിങ്ങൾ. അതൊക്കെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ആ ദോഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ തടസ്സമായി പോയത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പുതിയ വെളിച്ചം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആൾക്കാർ വീണ്ടും നിങ്ങളുമായിട്ട് ഒന്നു ചേരുകയും നിങ്ങൾ നല്ലൊരു ഹാപ്പി ജീവിതം നയിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അപ്പോൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ഭാഗ്യങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ ഈ 3 കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ.